തിരുവനന്തപുരം കാട്ടാക്കട പൂഴനാട് UP സ്കൂൾ കെട്ടിടം തകർന്നു വീണു. കാലപ്പഴക്കം മൂലം വിള്ളൽ വീണ കെട്ടിടം കനത്ത മഴയിൽ ഇടിഞ്ഞു വീഴുകയായിരുന്നു. കുട്ടികൾ കളിക്കുന്ന ഭാഗത്താണ് കെട്ടിടം തകർന്നു വീണത്. ഇത് സ്കൂളിലെ പ്രവൃത്തി സമയത്തായിരുന്നു എങ്കിൽ നമുക്ക് പിള്ളേരെല്ലാം കളിക്കുമ്പോൾ ഇങ്ങോട്ടൊക്കെ കയറി വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോഴിക്കോട് അടയ്ക്കാൻ വേണ്ടി അമ്മ ആ ഭാഗത്ത് പോകും. പിന്നെ കല്ലറയുടെ ആ ഭാഗത്ത് പിള്ളേർക്ക് ചെന്ന് ഇരിക്കുന്നതാണ്. അപ്പം വലിയൊരു അപകടം തന്നെ ഒഴിവായി എന്ന് പറയാം. അവിടെ കോഴിക്കോടൊക്കെ അടച്ച് അവിടെ പിള്ളേരെടുത്ത് നിന്ന് അവിടെ മോൻ്റെ കല്ലറ ഇവിടെ ഉണ്ട്. അവിടെ ചെന്ന് ഇരുന്നിട്ട് ഇനി കയറി വന്നതേ ഉള്ളൂ, കുറച്ച് നേരമായേ ഉള്ളൂ. വന്നപ്പോഴാണ് സൗണ്ട് കേട്ടത്. അപ്പോൾ പിന്നെ ആൾക്കാരും വിച്ചിട്ടോടെ ഉള്ളവരെല്ലാവരും കൂടിയൊക്കെ ഓടി വന്നു. ഗൂഗിൾ വിവരങ്ങളായിട്ട് ഗൂഗിൾ ഇത് എപ്പോഴാണ് സംഭവിച്ചത്? സാധാരണഗതിയിൽ സ്കൂൾ പ്രവൃത്തി സമയത്ത് കാര്യമായി ഉപയോഗിക്കുന്ന ഒരിടം കൂടിയാണോ ഇത്? ദിവിഷ്, കാട്ടാക്കട പൂഴനാട് സ്കൂളിന്റെ ഒരു ഭാഗമാണ് ഇന്ന് കനത്ത മഴയെ തുടർന്ന് 8 മണിയോടെ ഇടിഞ്ഞു താഴ്ന്നത്. ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ കെട്ടിടം നിലംപരിച്ചായിട്ട്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ, ആ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ ഈ പ്രദേശത്തിന് അടുത്ത് തന്നെയുള്ള പുരയിടത്തിലേക്കാണ് ഈ മതിൽ ഭിത്തിയെല്ലാം കൂടെ, ഭിത്തിയും അതുപോലെ തന്നെ സംരക്ഷിതമായിട്ടുള്ള ഭിത്തിയും അടക്കമുള്ളവ എല്ലാം ഇടിഞ്ഞ് തകർന്ന് തൊട്ടടുത്ത പുരയിടത്തിലേക്ക് വീണത്. തൊട്ടടുത്ത പുരയിടത്തിൽ മറ്റൊരു വീടുണ്ട്. അത് നമ്മളോടിപ്പോൾ പ്രതികരിച്ചിട്ടുള്ള മഞ്ജുഷ എന്ന വാർഡ് കൗൺസിലറുടെ തന്നെ വീടാണ്. ഈ വീടിന്റെ തൊട്ടടുത്തായിട്ട് ചേർന്നിട്ടുള്ള കോഴിക്കോടിനും ശവക്കല്ലറയ്ക്ക് മുകളിലേക്കാണ് വീണത്. കോഴിക്കോട്ടിലുണ്ടായിരുന്ന കോഴികളെല്ലാം തന്നെ ചത്തു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയായിരുന്നു, പ്രവൃത്തി ദിവസമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ അപകടം ഒഴിവായത്. ഈ കെട്ടിടത്തിലൊക്കെ തന്നെ ക്ലാസുകൾ നടക്കുന്ന കെട്ടിടങ്ങളാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് തൊട്ടടുത്ത് തന്നെയാണ് കുട്ടികൾ കളിക്കുന്നതും. അപ്പം ഈ ഞായറാഴ്ച ദിവസം സ്വാഭാവികമായും കുട്ടികൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ മഴയായിരുന്നു. അപ്പം വൈകിട്ട് ഇരുട്ടിയിരുന്നു. 7 മണിയോട് അടുത്തതുകൊണ്ട് തന്നെ ആളുകളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടം ഒഴിവായത്. എന്തായാലും പ്രവൃത്തി ദിവസമായിരുന്നെങ്കിൽ വാർഡ് കൗൺസിലർ മുൻപ് നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മുൻപ് സ്കൂൾ മാനേജരോടക്കം പരാതികൾ പറഞ്ഞിരുന്നതാണ്. കാലപ്പഴക്കമുണ്ട്, അതുപോലെ തന്നെ കനത്ത മഴയിലും ഇടിയിലും മിന്നലിലും ഒക്കെ പലപ്പോഴായി സ്കൂളിന് വിള്ളലേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ കെട്ടിടം ഇവിടെ നിന്ന് മാറ്റണമെന്നും നവീകരണ പ്രവർത്തനങ്ങൾ നടക്കണമെന്നുള്ളതും വാർഡ് മെമ്പറും വാർഡ് കൗൺസിലർ അടക്കമുള്ളവർ മാനേജരോട് പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും ഇത് അവഗണിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് വലിയൊരു അപകടമാണ് ഇപ്പോൾ ഈ ഞായറാഴ്ച ദിവസമായതുകൊണ്ടും പ്രവൃത്തി ദിവസം അല്ലാതിരുന്നതുകൊണ്ടും ഒപ്പം രാത്രി ആയതുകൊണ്ടും ഒഴിവായത്. ഡിവിഷൻ ശരി, എന്തായാലും പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. പ്രത്യേകിച്ചും ഞായറാഴ്ച ആയതുകൊണ്ട് മറ്റു അപകടങ്ങളിലേക്ക് പോയില്ല.